മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ഇങ്ങനെ പറയണം കേട്ടോ, കണ്ണൻ സാറല്ല അങ്ങനെ ഇരിക്കേണ്ടത് വീൽ ചെയറിൽ, ആ മേഘനാഥനും പ്രതാപനൊക്കെയാണ് ഇങ്ങനെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ദേഷ്യത്തോട് കൂടിയിട്ട് ശരി ഞാൻ എന്തായാലും ഒന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞതിന് ശേഷം പ്രതാപൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോകണം കേട്ടോ. അതേസമയം അമ്മയും മോനും കൂടി പറയണം ഏതായാലും വൈദ്യരുടെ ചികിത്സ കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. അന്ന് കാല് പിടിച്ചപ്പോൾ ഭയങ്കര വേദനയുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, നല്ല സുഖമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ എന്നിട്ട് പെട്ടെന്ന് തന്നെ വരികയാണ്. പ്രതാപന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ ആരാ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കും. ഞാൻ ആരാന്ന് മോനോട് ചോദിച്ചാൽ അറിയും എന്നിങ്ങനെ പറയണം കേട്ടോ. എനിക്ക് കൊട്ടേഷൻ തന്നതാണെന്നും മഹാലക്ഷ്മിയെ നിങ്ങൾ അന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിന് കൊട്ടേഷൻ തന്നാണ്, എല്ലാ കാര്യങ്ങളും മോൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഏതാ മറ്റാളുടെ പേര് വാമനെന്നോ, അങ്ങേർക്കും ഇയാൾക്കും കിട്ടിയത് ഞാനാണ് കൊടുത്തത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് അങ്ങനെ പേടി വരികയാണ് കേട്ടോ. എന്തിനാണെന്നുള്ളത് അറിയില്ലേ, അന്ന് മഹാലക്ഷ്മി നിങ്ങൾ ഗുണ്ടകളെ കൊണ്ട് കൊടുപ്പിച്ചില്ലേ, അപ്പം ഞാനാണ് വന്ന് രക്ഷിച്ചത്, ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകും പറഞ്ഞ് അവൾ ഞങ്ങളെ കൊടുത്തതൊന്നും അല്ല, അവൾ വേറൊരാളുടെ കൂടെ പോയതാണ് എന്നിങ്ങനെ പറയും. അവൾ ആരുടെ കൂടെയും പോവില്ല, അവിടെ ഒരുത്തിയില്ലേ നിങ്ങൾ താലോളിച്ച് വളർത്തുന്ന കരുണ, അവളായിരിക്കും പോവുക, അവളെ സൂക്ഷിച്ചാൽ മതി. ഒരിക്കലും മഹാലക്ഷ്മി അങ്ങനെ ചെയ്യുന്ന പെണ്ണല്ല. എനിക്ക് മഹാലക്ഷ്മിയും കണ്ണനെയും സ്നേഹമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കി ഞാൻ വന്നിട്ട് തരും എന്നിങ്ങനെ പറയണം. നിങ്ങൾ മഹാലക്ഷ്മിയെ കത്തിച്ച് ചാമ്പലാക്കിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ പ്രതാപൻ ആകെ ഞെട്ടിപ്പോവുകയാണിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി പറയണ്ട അവളെ ആ ഒരു കാറുകാരൻ്റെ കൂടെ പോയിരിക്കുകയാണ് പറയാം, മിണ്ടിപ്പോകരുത്, നിങ്ങളെ വയസ്സായി എന്നൊരൊറ്റ പരിഗണന മാത്രമാണ്. ഇല്ല പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മൂമ്മനെക്കാളും പ്രായമുണ്ട്, ഇല്ല പറഞ്ഞാൽ ഞാൻ നല്ല പെരുമാറും. ഇപ്പം നിങ്ങളുടെ മോനെ എവിടെ ഇട്ട് ഞാൻ പെരുമാറണോ എന്ന് ചോദിക്കണം. വേണ്ട മാർക്കോ വേണ്ട എന്നിങ്ങനെ പറയും. ഏതായാലും ശരി, മഹാലക്ഷ്മിയെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് അറിയട്ടെ, അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ശിക്ഷ തരുന്നത്. അതുവരെ എന്തായാലും വൈദ്യരുടെ ചികിത്സയൊക്കെ നന്നായിട്ട് നടത്തി അതിനുശേഷം ഞാൻ ബാക്കി തരാം എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കോ പോവുകയാണ് കേട്ടോ. അതേസമയം പ്രതാപം മുത്തശ്ശിയോട് പറയണം, അമ്മേ മരിച്ചുപോയ അവളെയും ജീവിച്ചിരിക്കുന്ന ഇവനെയും കൊണ്ട് തോറ്റു, ഇവരെ രണ്ടുപേരെയും ഒരേപോലെ പേടിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കരുണ അങ്ങനെ ഉണ്ണിയോട് പറയണം കേട്ടോ, ഉണ്ണിയേട്ടൻ പോവുകയാണോ ചോദിക്കുക. ഞാൻ പോവുകയാണ്, ഏതായാലും നീ നിൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് സോപ്പിട്ട് കാര്യങ്ങളൊക്കെ സാധിക്കുക, അതുപോലെ ഈ വസ്തുവും പുരയിടും ഒക്കെ നിൻ്റെ പേർക്ക് എഴുതി വാങ്ങണം, ആർക്ക് എപ്പോൾ സ്വഭാവം മാറും എന്നുള്ളത് അറിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം കരുണ പറയണം ഞാനതൊക്കെ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ ആദ്യം വാങ്ങിക്കുക എന്ന് പറയും. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെയാണ്. ഏതായാലും നീ അമ്മയുടെ അടുത്ത് പറഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നീ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പോകണ്ട, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരും എന്നിങ്ങനെ പറയണം. ഏതായാലും ശരി, നീയാണല്ലോ എന്നെ എങ്ങനെ പഠിപ്പിച്ചത് വർത്തമാനം പറയാനും, കണ്ണേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറയാനും എല്ലാത്തിനും എൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ആയത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് കരുണ പറയും ഏതായാലും ശരി, പ്രേതം ഭൂതമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതല്ലേ, എന്തായാലും സമയമായിട്ടില്ല, എങ്കിലും ഉണ്ണിയേട്ടൻ ശ്രദ്ധിച്ച് പോകണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. മോഹിനി മഹാലക്ഷ്മി ആരും കാണാതെ പുറത്തേക്ക് വിട്ടാക്കണം കേട്ടോ. അതിനുശേഷം മോഹിനിയോട് യാത്ര പറയണം, അമ്മേ അവർ ഇറങ്ങിയിട്ടില്ല, ഉണ്ണി ഇറങ്ങും തോന്നുന്നു, ഏതായാലും എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ പേടിക്കും, കരുണ പേടിക്കും, അതെനിക്ക് പറ്റില്ല, ഉണ്ണി പേടിച്ചാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ മരിച്ചവളല്ല അമ്മേ എന്നിങ്ങനെ പറയുന്നത് കേൾക്കും മോഹിനിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ് കേട്ടോ. പിന്നീട് മോഹിനി ഇങ്ങനെ തിരിച്ച് വരുമ്പോഴേക്കും തന്നെ കരുണയും ഉണ്ണിയും കൂടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എന്താ മോനെ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കണം. അമ്മയുടെ മുഖം എന്താ വിഷമിച്ചിരിക്കണേ, ഏതായാലും അമ്മേ പിന്നെ ഏടത്തി എന്തായാലും വരും എന്നിങ്ങനെ പറയാം. അത് കേൾക്കുമ്പോൾ കരുണ പറയും എവിടെ വരാനാ, അവളെ ഈ ഓണത്തിന് എന്തായാലും വരില്ല, അടുത്ത ഓണത്തിന് വേണമെങ്കിൽ വരുമായിരിക്കും, അവളെ പഠിച്ചവളല്ലേ, ഏതായാലും ഫൈനാൻസിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് കാര്യങ്ങളെല്ലാം അറിയും, അതുകൊണ്ട് അവൾ വല്ല ബോംബെയിലോ മദ്രാസിലോ എവിടെയെങ്കിലും പോയി അവൾ ജീവിക്കുന്നുണ്ടാകും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മോഹിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ഒരിക്കലും എൻ്റെ മോൾ അങ്ങനെ പോവില്ല, എൻ്റെ മോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയും എന്നിങ്ങനെ പറയണം. എൻ്റെ മോൾ തിരിച്ച് വരും, തിരിച്ച് വന്നെങ്കിലും കൂടി നിങ്ങൾ അവളോട് നല്ല രീതിയിൽ പെരുമാറണം, ഇല്ല പറഞ്ഞാൽ അവൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങൾ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ തരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കരുണ പറയണം അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും അറിയില്ല, അമ്മയ്ക്ക് നമ്മുടെ മോളുടെ കാര്യം തന്നെ അറിയുള്ളൂ എന്നിങ്ങനെ പറയണം. നീയൊരു
നിനക്കൊരു അമ്മയാവണം, അപ്പോഴേ നിനക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഉണ്ണി ഇങ്ങനെ പോവുകയാണ് കേട്ടോ, യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മിയോട് മാർക്കോ പറയുന്നുണ്ട്, കാറിനകത്ത് കയറി, നമുക്ക് എന്തായാലും ഇന്നൊരു പ്ലാനുണ്ട്, അത് ചെയ്യണം, എല്ലാവരെയും നമുക്ക് പേടിപ്പിക്കണം, ഒരാളെ പോലും വെറുതെ വിടരുത്. മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാലും അവർക്ക് ഭയം ഉണ്ടാകില്ല, അവർ വീണ്ടും ഇത് ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരെയായിട്ട് നമുക്ക് പേടിപ്പിക്കണം എന്നിങ്ങനെ പറയണം. ഏതായാലും കരുണയെ വേണ്ട, ഉണ്ണിപ്പം ഇറങ്ങും പറയും, ഞാൻ അവൻ്റെ പെട്രോളിലത്തെ എണ്ണയൊക്കെ ഊറ്റിയിട്ടുണ്ട്, മഹാലക്ഷ്മി എന്തായാലും കാറിനകത്ത് കയറി എന്ന് പറയണം കേട്ടോ. അതേസമയം കരുണി മോഹിനിയും കൂടി ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. കരുണ മോശമായിട്ട് തന്നെ മോഹിനിയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എപ്പോഴും അല്ലെങ്കിലും തന്നെ അവൾ ആരെയോ കൂടെ പോയിരിക്കണമെന്ന് കരുണ അങ്ങനെ തീർത്തും പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മോഹിനിക്ക് ദേഷ്യം വരികയാണ്, ഒരിക്കലും എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മേഘനാഥ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ റൂമിലേക്ക്. അതേസമയം മഞ്ജു തുണികളൊക്കെ ഏറ്റ് വരികയാണ്. പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ തൊടുകയാണ് കേട്ടോ മേഘനാഥൻ. അയ്യോ, എന്നെ ആരാ തൊട്ടത് എന്ന് പറഞ്ഞ് മഞ്ജു തെന്നി മാറുകയാണ് കേട്ടോ. എന്താ നിൻ്റെ വ്രതമൊന്നും കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കണം. എൻ്റെ വ്രതം കഴിഞ്ഞിട്ടില്ല, കർക്കിടകവും കഴിഞ്ഞ് ചിങ്ങും കഴിയേണ്ടി വരും തോന്നുന്നത് പറയണം. നീ ഏതായാലും മുഴുവൻ വ്രതം എടുത്തോ, നീ വ്രതം എടുക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടിയിട്ടല്ലേ ഏടത്തിയമ്മയെ കൊന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വ്രതം എടുക്കുന്നത് എന്ന് മഞ്ജു ഇങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ അങ്ങനെ കലി പൂണ്ട് നിൽക്കുകയാണ്.